ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഗലീലക്കാർ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവരെ വിട്ടുപിരിഞ്ഞ യേശുവിനെ അവർ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവൻ സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു. അവർ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരോട് പറഞ്ഞു, യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. പ്രിയപ്പെട്ടവരെ, അവർ വലിയ സന്തോഷത്തോടെയൊന്നുമല്ല നോക്കി നിൽക്കുന്നത്. അവനെ വിട്ടുപിരിഞ്ഞതിൻ്റെ വലിയ വേദന അവരുടെ മുഖത്തുണ്ട്. ദൂതന്മാർ പറഞ്ഞു, അവൻ വീണ്ടും വരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ വീണ്ടും വരും. ഞാൻ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങൾ കലങ്ങിപ്പോകരുത്. പ്രിയപ്പെട്ടവരെ, ആരാണ് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്നറിയാമോ? ഗലീല പുരുഷന്മാരാണ്. ആരാണവർ? നാം തിരുവെഴുത്ത് പരിശോധിച്ചാൽ ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിൽ നടന്നവരായിരുന്നു അവർ, ഗലീലക്കാർ. പിന്നീട് അവർ ഇരുട്ടിൽ ഇരുന്നു. അത്രയ്ക്ക് കൂരിരുട്ട് ആ പട്ടണത്തെ ബാധിച്ചു. യേശുവിൻ്റെ ശുശ്രൂഷയിൽ നാനാവിധ വ്യാധിക്കാർ കടന്നു വന്നു. ഗലീലക്കാരാണ്. കഷ്ടതയിലിരുന്ന ജനം, തിമിരം ബാധിച്ച ജനം, ജീവിതത്തിലെല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവർ, കടുത്ത നിരാശയിലൂടെ, വേദനയിലൂടെ, ഭാരത്തിലൂടെ കടന്നുപോയവർ, നാനാവിധ വ്യാധികൾ പിടിച്ചവർ വലിയൊരു വെളിച്ചം കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇത് ഗലീലക്കാരുടെ ജീവിതം മാത്രമാണ്. നിങ്ങളെ യേശു തേടി വന്നത് അങ്ങനെയല്ലേ? ഇരുട്ടിലിരുന്നപ്പോഴല്ലേ നിങ്ങൾ ആ വെളിച്ചം കണ്ടത്? എന്ത് യോഗ്യതയാണ് നമുക്ക് ദൈവസന്നിധിയിൽ പറയാനുള്ളത്? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നാണ് ദൈവം നമ്മെ വിടുവിച്ചത്. ഒരു യോഗ്യതയും നമുക്കാർക്കും ദൈവസന്നിധിയിൽ പറയാനില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തക്ക സമയത്താണ് നമുക്ക് വേണ്ടി മരിച്ചത്. നാം ബലഹീനരായിരുന്നപ്പോൾ, നാം അഭക്തരായിരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ യേശു നമുക്ക് വേണ്ടി മരിച്ചു. യേശു അവരെ വിട്ടു പിരിയുന്നത് അവർക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവരാകാശത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ആ പുരുഷന്മാർ പറഞ്ഞു, അവൻ വീണ്ടും വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരും. ഇന്ന് പകൽ നാം യേശുവിനെ വിശ്വാസത്താൽ അറിയുകയാണ്, വിശ്വാസത്താൽ ആരാധിക്കുകയാണ്. നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നമ്മുടെ കർത്താവ് വരും. അവൻ ഒരിക്കലും നമ്മെ അനാഥരായി വിടുകയില്ല.
ദൈവം നമുക്ക് നൽകിയ പ്രത്യാശ ആത്മാവിൻ്റെ നങ്കൂരമാണ്. നമ്മുടെ കർത്താവ് വരും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കുന്നത് പോലെ തന്നെ നാം കാണും എന്ന് മാത്രമല്ല, നാം അവനോട് സദൃശ്യന്മാരാകും. നിങ്ങളുടെ സ്ഥിതി ദൈവം മാറ്റും. യേശു പ്രത്യക്ഷനാകും. അതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് ഇന്ന് പകൽ പ്രത്യാശയുടെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ചുവടുകൾ വയ്ക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.